Dear students, welcome to Learner's World. In this video, I'm going to talk about how to speak so that people want to listen by Julian Treasure. FIUGP is English, Advanced English Language Skill for Literature, second semester, Calcutta University. Julian Treasure is a British sound and communication expert, author and TED speaker. He is the founder and chairman of Sound Agency, a consultancy that helps business improve their sound and communication. ജൂലിയൻ ട്രഷർ ഒരു സൗണ്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ടാണ്, ഓതറാണ്, ടെഡ് സ്പീക്കറാണ്. അദ്ദേഹം ഒരു സൗണ്ട് ഏജൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാനാണ്. അതായത് ബിസിനസ്സിൽ അവരുടെ സൗണ്ടും കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ്. അതിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാനാണ് ജൂലിയൻ ട്രഷർ. ഹൗ ടു സ്പീക്ക് സോ ദാറ്റ് പീപ്പിൾ വാണ്ട് ടു ലിസൺ. It is a TED Talk that provides valuable insights and practical tips on how to speak in a way that captivates and engages your audience. അപ്പോൾ ഇതൊരു TED Talk ആണ്, ജൂലിയൻ ട്രഷർ നടത്തിയിട്ടുള്ള ഒരു TED Talk ആണ്. ഇതിൽ പറയുന്നത് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സാണ് നൽകുന്നത്. അതായത് എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാം, എങ്ങനെ നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യാം, അത് ഓഡിയൻസിനെ എത്രത്തോളം എൻഗേജ്ഡ് ആക്കാം, എങ്ങനെ ഓഡിയൻസിനെ എൻഗേജ്ഡ് ആക്കാം, അതിനൊക്കെ ഉതകുന്ന വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സാണ് അദ്ദേഹം ഈ ഒരു ടോക്കിൽ പറയുന്നത്. Treasure begins by highlighting the importance of speaking skills in our personal and professional lives. അപ്പോൾ ജൂലിയൻ ട്രഷർ ഈ ഒരു TED Talk ബിഗിൻ ചെയ്യുന്നത് തന്നെ അതായത് നമ്മളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ സ്പീക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു TED Talk ബിഗിൻ ചെയ്യുന്നത്. ഇറ്റ് നോസ് ദാറ്റ് സ്പീക്കിംഗ് ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, യെറ്റ് മെനി പീപ്പിൾ സ്ട്രഗിൾ ടു എക്സ്പ്രസ് ദംസെൽസ് ഇഫക്റ്റീവ്ലി. അദ്ദേഹം പറയാണ്, സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ, അതായത് നമ്മൾ ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അതായത് സ്പീക്കിങ്ങിൽ ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ അവരുടെ ആ ഒരു ആശയം എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. Treasure identifies 7 common mistakes that people make when speaking, which he calls the 7 deadly sins of speaking. These are. ട്രഷർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഒരാൾ സംസാരിക്കുന്ന സമയത്ത്, അതായത് ആളുകൾ സ്പീക്കിങ്ങിൽ വരുത്തുന്ന കോമൺ ആയിട്ടുള്ള 7 മിസ്റ്റേക്സ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിനെ വിളിച്ചിട്ടുള്ള പേരാണ് 7 ഡെഡ്ലി സിൻസ് ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ആ ഒരു 7 ഡെഡ്ലി സിൻസ് ഓഫ് സ്പീക്കിംഗ്, അതായത് സ്പീക്കിങ്ങിൽ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സുകൾ എന്ന് പറയുന്നത് 7 അതിൽ ഫസ്റ്റ് വൺ ഈസ് ഗോസിപ്പ്. സ്പീക്കിംഗ് അബൌട്ട് അതേഴ്സ് ബിഹൈൻഡ് ദെയർ ബാക്സ്. ഗോസിപ്പ് പറയുമെന്ന് പറയില്ലേ, അതായത് ഒരാളുടെ അഭാവത്തിൽ അയാളെ കുറിച്ചിട്ട് പറയുന്നതാണ് ഗോസിപ്പ് എന്ന് പറയുന്നത്. ജഡ്ജിങ്, ക്രിട്ടിസൈസിങ് അതേഴ്സ് ഡ്യൂറിങ് കോൺവെർസേഷൻസ്. അതായത് കോൺവെർസേഷൻസിൻ്റെ ഇടയിൽ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുക, വിമർശിക്കുന്നതാണ് ജഡ്ജിങ് എന്ന് പറയുന്നത്. ദെൻ നെഗറ്റിവിറ്റി, ഫോക്കസിങ് ഓൺ ദ നെഗറ്റീവ് ആസ്പെക്ട്സ്. ദെൻ കംപ്ലൈൻറ്റിങ്, എക്സ്പ്രസിങ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്തൗട്ട് ഓഫറിങ് സൊല്യൂഷൻസ്. അതായത് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് ഒരു സംതൃപ്തിയില്ലായ്മ എക്സ്പ്രസ് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ, ഒരു പരിഹാരം കണ്ടെത്താതെ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. ദെൻ എക്സ്ക്യൂസസ്, അവോയ്ഡിങ് റെസ്പോൺസിബിലിറ്റി ബൈ ബ്ലെയിമിങ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ഒഴിവാക്കിയിട്ട് പുറമേയുള്ള ഘടകങ്ങളാണ് കാരണം എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യുക, അതാണ് എക്സ്ക്യൂസസ്. എക്സാജറേഷൻ, സ്ട്രെച്ചിങ് ദ ട്രൂത്ത് ടു മേക്ക് എ പോയിൻറ്റ്. എക്സാജറേഷൻ എന്ന് പറഞ്ഞാൽ പെരുപ്പിച്ച് പറയുക, ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പെരുപ്പിച്ച് പറയുക. ദെൻ ഡോഗ്മാറ്റിസം, അസേർട്ടിങ് ഒപ്പീനിയൻസ് ആസ് അബൌട്ട് അബ്സല്യൂട്ട് ട്രൂത്ത്. ദീസ് ഹാബിറ്റ്സ് ക്യാൻ ഇറോഡ് ട്രസ്റ്റ് ആൻഡ് മേക്ക് ദ സ്പീക്കർ ലെസ് ക്രെഡിബിൾ. ഡോഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതുതന്നെയാണ് ശരി എന്ന് വാദിക്കുന്നതാണ് ഡോഗ്മാറ്റിസം. ടു കൗണ്ടറാക്ട് ദീസ് ഡെഡ്ലി സിൻസ്, ട്രഷർ ഇൻട്രൊഡ്യൂസസ് ദ ഹെയിൽ ഫ്രെയിംവർക്ക് വിച്ച് സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ ആ ഒരു 7 ഡെഡ്ലി സിൻസിനെ അതിന് മറികടക്കാൻ, അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ അദ്ദേഹം
ഒരു ഹെയിൽ ഫ്രെയിം വർക്ക് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓതൻറ്റിസിറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് ലവ്. ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ ബീയിങ് ട്രൂത്ത്ഫുൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ്, അതായത് സത്യമായിരിക്കുക. ദെൻ ഓതൻറ്റിസിറ്റി ബീയിങ് ജെനുവിൻ ആൻഡ് ട്രൂ ടു വൺ സെൽഫ്, അതായത് ജെനുവിൻ ആയിരിക്കുക, നമ്മളിൽ തന്നെ നമ്മൾ ഒരു സത്യമായിരിക്കുക, ട്രൂ ആയിരിക്കുക. ഇൻറ്റഗ്രിറ്റി അപ്പോൾഡിങ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ്, അതായത് മോറൽ പ്രിൻസിപ്പിൾ ധാർമ്മികത മുറുകെ പിടിക്കുക, അതാണ് ഇൻറ്റഗ്രിറ്റി. ലവ് ഷോയിങ് കെയർ ആൻഡ് ഗുഡ് വിൽ ടുവാർഡ്സ് അതേഴ്സ്, മറ്റുള്ളവരെ കെയർ ചെയ്യുക, അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അതാണ് ലവ്. ബൈ എംബോഡിയിങ് ദീസ് ക്വാളിറ്റീസ് സ്പീക്കേഴ്സ് ക്യാൻ ബിൽഡ് ട്രസ്റ്റ് ആൻഡ് എൻഗേജ് ദെയർ ഓഡിയൻസ് മോർ ഇഫക്റ്റീവ്ലി. അപ്പോൾ ഈ ഒരു ക്വാളിറ്റീസ് സ്പീക്കേഴ്സിനൊരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ കഴിയും. അതുപോലെ ഓഡിയൻസിനെ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ എൻഗേജ് ചെയ്യാൻ കഴിയും. ജൂലിയൻ ട്രഷർ ഓൾസോ എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വോക്കൽ ടൂൾസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ ജൂലിയൻ ട്രഷർ എംഫസൈസ് ചെയ്യുന്നുണ്ട് വോക്കൽ ടൂൾസ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിൽ വോക്കൽ ടൂൾസിൻ്റെ ഇമ്പോർട്ടൻസ് അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഹി ഡിസ്കസസ് ആസ്പെക്ട്സ് സച്ച് എസ് രജിസ്റ്റർ ദ റേഞ്ച് ഓഫ് ടോൺസ് ഇൻ ദ വോയിസ് ഫ്രം ഹൈ ടു ലോ. അതായത് വോക്കൽ ടൂൾസ് ഇൻ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് ടോൺസിൻ്റെ റേഞ്ചാണ്, റേഞ്ച് ഓഫ് ടോൺസ് ഇൻ ദ വോയിസ്, അതായത് വോയിസിൽ വരുന്ന ടോണിൻ്റെ റേഞ്ചാണ്, അത് ഹൈ ടു ലോ ആയിരിക്കും. ദെൻ ടിമ്പർ ദ യൂണീക്ക് ക്വാളിറ്റി ഓർ കളർ ഓഫ് ദ വോയിസ്. ദെൻ പ്രോസഡി ദ റിതം സ്ട്രെസ് ആൻഡ് ഇൻറ്റോനേഷൻ പാറ്റേൺസ് ഇൻ സ്പീച്ചിൽ വരുന്ന റിതം സ്ട്രെസ് ഇൻറ്റോനേഷൻ പാറ്റേൺസ് ഇതൊക്കെയാണ് പ്രോസഡി. ദെൻ പേസ് ദ സ്പീഡ് അറ്റ് വിച്ച് വൺ സ്പീക്സ്, അതായത് ഒരാൾ സംസാരിക്കുമ്പോഴുള്ള സ്പീഡാണ് പേസ്. പിച്ച് ദ ഹൈനെസ് ഓർ ലോനെസ് ഓഫ് ദ വോയിസ്. പിച്ച് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സംസാരത്തിൽ എത്രത്തോളം ഹൈനെസ് വരുന്നുണ്ട്, ലോനെസ് വരുന്നുണ്ട്. ദെൻ വോളിയം ദ ലൗഡ്നെസ് ഓഫ് സോഫ്റ്റ്നെസ് ഓഫ് ദ വോയിസ്. വോളിയം എന്ന് പറഞ്ഞാൽ ലൗഡ്നെസ്, അതുപോലെ വോയിസിൻ്റെ സോഫ്റ്റ്നെസ്. മാസ്റ്ററിങ് ദീസ് എലമെൻറ്റ്സ് ക്യാൻ മേക്ക് സ്പീച്ച് മോർ എൻഗേജിങ് ആൻഡ് ഇമ്പാക്റ്റ്ഫുൾ. അപ്പോൾ ഈ ഒരു എലമെൻറ്റ്സൊക്കെ മാസ്റ്ററിങ് ചെയ്യുന്നതിലൂടെ സ്പീക്കിംഗ് ഓഡിയൻസിൻ്റെ ഇടയിൽ ആ ഒരു സ്പീച്ച് കൂടുതൽ എൻഗേജ്ഡ് ആക്കും, ഇമ്പാക്ട്ഫുൾ ആക്കും. ജൂലിയൻ ട്രഷർ ടോക്ക് പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻസൈറ്റ് ആൻഡ് പ്രാക്ടിക്കൽ ടിപ്സ് ഓൺ ഹൗ ടു സ്പീക്ക് ഇൻ എ വേ ദാറ്റ് ക്യാപ്റ്റിവേറ്റ്സ് ആൻഡ് എൻഗേജസ് യുവർ ഓഡിയൻസ്. അപ്പോൾ ജൂലിയൻ ട്രഷറിൻ്റെ ഈ ഒരു ടോക്ക് ഇതിൽ അദ്ദേഹം വാല്യുബിൾ ഇൻസൈറ്റ്സ് നൽകുന്നുണ്ട്, വാല്യുബിൾ ടിപ്സ്, പ്രാക്ടിക്കൽ ടിപ്സ് നൽകുന്നുണ്ട്. എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ ഒരു സ്പീക്കിംഗ് എങ്ങനെ ഇഫക്റ്റീവ് ആക്കാം, എങ്ങനെ ആ ഒരു സ്പീക്കിങ്ങിലൂടെ ഓഡിയൻസിനെ എൻഗേജ്ഡ് ആക്കാം എന്ന് അദ്ദേഹം ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ.